അവിടെ പലഹാരം വല്ലതും ഇരിപ്പുണ്ടമ്മേ? എനിക്ക് ലഡുവും ജിലേബിയും ചിപ്സും ഹൽവയും തിന്നാൻ വിശക്കുന്നു അമ്മ. ഇപ്പോഴല്ലേ ദോശ കഴിച്ചത്, അപ്പോഴേക്കും വിശന്നോ? അതെനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ പലഹാരങ്ങളുടെ പേര് പ്രത്യേകം പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ എല്ലാം കൂടെ വാരി വലിച്ച് തിന്ന് തീർക്കണ്ട. വല്ലവരും വിരുന്ന് വന്നാ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാ. ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ കഴുത വന്നിരുന്നെങ്കിൽ കുറച്ച് പലഹാരം കഴിക്കാമായിരുന്നു. അമ്മേ അമ്മേ അമ്മേ. എന്താടാ കുരുത്തം കെട്ടവനെ? അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. അമ്മേ, നമ്മൾ അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് സാമൂഹിക ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് എന്ന് ചിന്നമ്മ ടീച്ചർ പറഞ്ഞത് നേരാണോ? പിന്നെ അല്ലാതെ, അയൽക്കാരുമായി നമ്മൾ എപ്പോഴും നല്ല ബന്ധം പുലർത്തണം. എങ്കിൽ ഞാനൊന്ന് ചിഞ്ചുവിന്റെ വീട് വരെ പോയി നല്ല ബന്ധം സ്ഥാപിച്ചിട്ട് വരട്ടെ. വേണ്ട, ഇപ്പൊ നീ അങ്ങോട്ട് പോവണ്ട. അതെന്താ അമ്മേ? അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കണമെന്ന് അമ്മ തന്നെയല്ലേ ഇപ്പം പറഞ്ഞത്? അത് ശരി തന്നെയാ, പക്ഷേ ഇപ്പൊ നീ അവിടേക്ക് ചെന്നാ ഉള്ള ബന്ധം കൂടി തകരും. അടങ്ങി ഇരുന്നോണോ ഇവിടെ? ഈ അമ്മമാർക്കൊന്നും സാമൂഹിക ബോധമില്ല. അമ്മേ, വേഗം ചായയും പലഹാരവും എടുത്തു വെക്ക്. അമ്മാവനും അമ്മായി നമ്മുടെ വീട്ടിൽ വിരുന്നു വന്നിരിക്കുന്നു. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? വരൂ വരൂ, എത്ര നാളായി ഈ വഴിക്ക് വന്നിട്ട്? ഓരോ തിരക്കല്ലേ പെങ്ങളെ, ഇവിടെ അടുത്ത് വരെ വന്നതാ. അപ്പൊ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. എന്തായാലും ചായയും പലഹാരവും കഴിച്ചു പോയാ മതി. അമ്മേ, പെട്ടെന്നാവട്ടെ, അമ്മാവന് തിരക്കുണ്ടാവും. അയ്യോ, ചായയും പലഹാരം ഒന്നും എടുക്കണ്ട, ഞങ്ങൾക്കുടനെ പോവണം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഒരു വീട്ടിൽ വന്ന എന്തെങ്കിലും കഴിക്കാതെ പോകുന്നത് മര്യാദയാണോ? മിണ്ടാതിരിയ. ഇവൻ ആളങ്ങ് ഉഷാറായി പോയല്ലോ. നിങ്ങൾ ഇരിക്കേ, ഞാൻ ചായ എടുക്കട്ടെ. വെരി ഗുഡ്. വേണ്ട പെങ്ങളെ, പിന്നീടാവട്ടെ. ഇപ്പോ ഞങ്ങൾ ഇറങ്ങുക. എങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? അങ്ങനെ ആവട്ടെ. അമ്മേ, അത് മര്യാദയാണോ? അമ്മാവൻ അങ്ങനെ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ? ചായയും പലഹാരം എടുക്കമ്മേ. വേണ്ട മോനെ. അപ്പോ പെങ്ങളെ, ഞങ്ങൾ ഇറങ്ങുകയാണേ. ഞാൻ സമ്മതിക്കില്ല, ഒന്നാലും സമ്മതിക്കില്ല. ചായ വേണമെങ്കിൽ കുടിക്കണ്ട, പലഹാരം കഴിച്ചിട്ട് പോയാ മതി. വിടുമോനെ. അയ്യേ, ഇവൻ എന്താ ഈ കാണിക്കുന്നത്? സ്നേഹം കൊണ്ടാ. വിടടാ ടിൻഡു, അവർക്ക് തിരക്കുള്ളത് കൊണ്ടല്ലേ. അമ്മാവ, ഞാൻ അവസാനായിട്ട് പറയാ, സ്നേഹത്തോടെ പറയാ, പലഹാരം കഴിച്ചിട്ട് പോയാ മതി. ഒരു വീട്ടിൽ വന്നാല് അതാണ് ഒരു മര്യാദ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ പിന്നെ വന്ന് കഴിച്ചോളാം. പലഹാരം കഴിച്ചിട്ട് പോയാ മതിയടാ കഴുതകള. മര്യാദ വേണ്ടടാ അമ്മാവ, മര്യാദ. ഒരു വീട്ടിൽ കയറി വന്നാലേ മര്യാദയായി പെരുമാറാൻ പഠിക്കും. ഇങ്ങോട്ട് വാ, പച്ച വെള്ളം തരില്ലേ ദ്രോഹികളെ. ഇവരൊക്കെ എന്നാണാവോ മര്യാദ പിടിക്കുന്നത്? അമ്മേ, ആ ചിഞ്ചുവിന്റെ വീട്ടിൽ കണ്ട ഒരു പ്രതിമയില്ലേ, അതുപോലെ ഒരെണ്ണം എവിടെയും വെച്ചാലോ? ഏത് പ്രതിമ? ഒരു കരിമ്പ് തിന്നണ കുട്ടിയുടെ പ്രതിമ അമ്മ അവിടെ കണ്ടില്ലേ? കരിമ്പ് തിന്നുന്ന കുട്ടിയോ? ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ അവിടെ കണ്ടിട്ടില്ലേ ഒരു നീല നിറത്തില് ഒരു കരിമ്പും കഷ്ണൊക്കെ വയലിട്ടിട്ട്? എടാ കുരുത്തം കെട്ടവനെ, ദൈവദോഷം പറയാതെ. അത് കരിമ്പ് തിന്നുന്ന കുട്ടിയല്ല, ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണനാ. ആ, അത് തന്നെ. അത് ഈ ബാബു ആന്റണിയുടെ പ്രതിമയുടെ അടുത്ത് വെച്ചാ നല്ല ഭംഗിയായിരിക്കും അല്ലേ അമ്മേ? അയ്യോ, ഇവനെ കൊണ്ട് അത് ബാബു ആന്റണി അല്ലടാ, സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ പ്രതിമയാണടാ കുരുത്തം കെട്ടോനെ. ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നേരം കൊണ്ട് നിനക്ക് എന്തെങ്കിലും 4 അക്ഷരം വായിച്ചൂടെ? അമ്മേ, ഞാൻ ഇത്രയും നേരം വായിക്കായിരുന്നു. എന്ത്? ഒരു ഡിറ്റക്റ്റീവ് നോവൽ, വാരിക്കുഴിയിലെ കൊലപാതകം. ഫുള്ള് സസ്പെൻസ് നോവലാ. ലാസ്റ്റ് വരെ അതിലെ കൊലപാതകി ആരാണെന്ന് മനസ്സിലാവില്ല. അതെന്താ? അതിന്റെ ലാസ്റ്റ് 4 പേജ് കാണുന്നില്ല. എലി കരണ്ടു എന്നാ തോന്നുന്നത്. എലികളുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. അമ്മേ, ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് എല്ലാ രാത്രിയിലും എലികളുടെ ഫുട്ബോൾ കളി സ്വപ്നം കാണുന്നുണ്ട്. എലികളുടെ ഫുട്ബോൾ കളിയോ? അതെ അമ്മേ. ഇനി വല്ല അസുഖമായിരിക്കോ?
ഏതായാലും പോയി ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വന്നോ. കൂട്ടത്തിൽ നിന്റെ കുരുത്തക്കേട് മാറാനുള്ള മരുന്ന് കൂടി ചോദിച്ചോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. യെസ്, ഗുഡ് മോർണിംഗ്. എന്താ അസുഖം പറയൂ. ഡോക്ടർ, ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ എലികളുടെ ഫുട്ബോൾ കളി സ്വപ്നം കാണുന്നു. ഇതെന്തിന്റെ ലക്ഷണാ ഡോക്ടർ? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഈ ഗുളിക ഇപ്പൊ തന്നെ കഴിച്ചോളൂ. ഇന്നത്തോടെ ഫുട്ബോൾ കളി കാണൽ മുഴുവനായി നിന്നോളൂ. എന്നാ എനിക്ക് ഇതിന്റെ പാതി മതി. കളിയുടെ ഹൈലൈറ്റ്സ് എങ്കിലും കാണാലോ. ബാക്കി പകുതി ഞാൻ നാളെ കഴിഞ്ഞ് തിന്നോളാം. അതെന്താ നാളെ കഴിഞ്ഞ് കഴിക്കുന്നത്? ഇന്ന് കഴിച്ചാൽ എന്താ? നാളെ കളിയുടെ ഫൈനല്. ഏതായാലും ഇത്രയും കണ്ടതല്ലേ. ആ പിന്നെ ഡോക്ടർ, എല്ലാരും പറയുന്നു എനിക്ക് ഭയങ്കര കുരുത്തക്കേടാണെന്ന്. അത് മാറ്റാനുള്ള വല്ല ഒറ്റമൂലി ഉണ്ടോ ഡോക്ടർ? ഏയ്, മോൻ അങ്ങനെ കുരുത്തക്കേടൊന്നുമില്ലല്ലോ. ആട്ടെ, ആരാ പറഞ്ഞത് മോന് ഭയങ്കര കുരുത്തക്കേടാണെന്ന്? അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, അടുത്ത വീട്ടിലെ അങ്കിളും പറഞ്ഞു. ഇത് സത്യമാണോ ഡോക്ടർ? ഒരു നാട് മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ചിലപ്പോ സത്യമായിരിക്കും. ആട്ടെ, മോൻ എന്ത് വികൃതിയാ കാണിച്ചത്? അതോ, ഞാൻ പറയാം. അലമാറയിലെ അമ്മയുടെ സാരി എടുത്ത് അടുപ്പിലിടുക, അച്ഛന്റെ സ്കൂട്ടറിന്റെ ടയർ പഞ്ചറാക്കുക, ടീച്ചറെ തള്ളിയിടുക, പിന്നെ ഡോക്ടറുടെ റൂമിൽ പോയ മേശപ്പുറത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായി താഴേക്ക് എറിയുക. ഇത്രേ ഞാൻ ചെയ്യാറുള്ളൂ. ഇതിനാണ് എല്ലാവരും എനിക്ക് ഭയങ്കര കുരുത്തക്കേടാന്ന് പറയുന്നത്.